ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് രാജ്യം. വോട്ടെടുപ്പ് ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിലായി. വോട്ടെണ്ണൽ ജൂൺ 4-ന്. കേരളത്തിൽ വോട്ടെടുപ്പ് അടുത്ത മാസം 26-ന്. മാതൃകാ പെരുമാറ്റച്ചട്ടം ഫലപ്രദമായി നടപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം ആരംഭിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപന സമ്മേളനം ഇന്ന്. കേരളത്തിൽ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവച്ചു. റേഷൻ വിതരണം സാധാരണ നിലയിൽ തുടരും. ഇന്ന് റേഷൻ കടകൾ പ്രവർത്തിക്കില്ല. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതികൾ പ്രഖ്യാപിച്ചതോടെ രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം അടുത്ത മാസം 19-ന് നടക്കും. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. 2ാം ഘട്ടത്തിലാണ് കേരളം ജനവിധി തേടുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ രാജ്യത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. 543 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികളാണ് പ്രഖ്യാപിച്ചത്. ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ 7 ഘട്ടങ്ങളിലും 22 സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായുമാണ് വോട്ടെടുപ്പ് നടക്കുക. ആദ്യഘട്ടത്തിൽ 21 സംസ്ഥാനങ്ങളിലെ 102 ലോക്സഭാ മണ്ഡലങ്ങൾ വിധിയെഴുതും. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളും ഒറ്റഘട്ടമായി ഏപ്രിൽ 19-ന് പോളിംഗ് ബൂത്തിലെത്തും. ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്രയിലും ജമ്മുകശ്മീരിലും 5 ഘട്ടങ്ങളിലും ഒഡീഷ, മധ്യപ്രദേശ്, ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ 4 ഘട്ടങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ഛത്തീസ്ഗഡിലും അസമിലും 3 ഘട്ടത്തിലായും കർണാടക, രാജസ്ഥാൻ, ത്രിപുര, മണിപ്പൂർ എന്നിവിടങ്ങളിൽ 2 ഘട്ടങ്ങളിലുമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവസാനഘട്ട വോട്ടെടുപ്പ് ജൂൺ 1-നാണ്. ഏപ്രിൽ 26, മെയ് 7, മെയ് 13, മെയ് 20, മെയ് 25 എന്നിങ്ങനെയാണ് മറ്റ് ഘട്ടങ്ങളിലെ വോട്ടെടുപ്പ്. രാജ്യം തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സന്ദർശനം നടത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് കാലം രാജ്യത്തിന്റെ അഭിമാനം എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യമെന്നും ശ്രീ രാജീവ് കുമാർ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പും 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാതൃകാ പെരുമാറ്റച്ചട്ടം ഫലപ്രദമായി നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകി. ക്യാബിനറ്റ് സെക്രട്ടറി, സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർ, ചീഫ് ഇലക്ടറൽ ഓഫീസർമാർ എന്നിവർക്ക് ഇത് സംബന്ധിച്ച് കമ്മീഷൻ കത്തയച്ചു. വിശദാംശങ്ങളിലേക്ക്. സർക്കാർ ഉടമസ്ഥതയിലുള്ള വസ്തുക്കളിൽ പതിച്ചിട്ടുള്ള പോസ്റ്ററുകൾ, ബാനറുകൾ, അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ചുവരെഴുത്തുകൾ തുടങ്ങിയവ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യണമെന്നാണ് ചട്ടം. പൊതുമുതൽ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിലെ ചുവരെഴുത്ത് അല്ലെങ്കിൽ പോസ്റ്ററുകൾ, ഹോർഡിംഗുകൾ, പതാകകൾ തുടങ്ങിയ എല്ലാ അനധികൃത രാഷ്ട്രീയ പരസ്യങ്ങളും 48 മണിക്കൂറിനുള്ളിലും സ്വകാര്യ വസ്തുവിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളവ 72 മണിക്കൂറിനുള്ളിലും നീക്കം ചെയ്യണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർ ഒഴികെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ സ്ഥാനാർത്ഥിയോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും വ്യക്തിയോ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നതിന് പൂർണ്ണമായ നിരോധനം ഉണ്ടായിരിക്കും. പൊതുഖജനാവിന്റെ ചെലവിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പരസ്യങ്ങൾ ഇലക്ട്രോണിക്, അച്ചടി മാധ്യമങ്ങളിൽ നൽകരുതെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച പരാതി പരിഹാരത്തിനായി 1950 എന്ന ടോൾ ഫ്രീ നമ്പർ സേവനവും സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ രാജ്യത്ത് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക 97 കോടി വോട്ടർമാർ. 1.5 ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജമായിരിക്കുന്നത്. 1.82 കോടി കന്നി വോട്ടർമാരുണ്ട്. 48,000 ട്രാൻസ്ജെൻഡർമാർക്കാണ് ഇക്കുറി വോട്ടവകാശമുള്ളത്. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും അംഗപരിമിതർക്കും വോട്ട് ഫ്രം ഹോം വിനിയോഗിക്കാം. 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ പ്രചാരണം ഊർജിതമാക്കി വിവിധ രാഷ്ട്രീയ കക്ഷികൾ. ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി കേവലം 32 ദിവസങ്ങൾ മാത്രമാണുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാനും പരമാവധി പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമുള്ള തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. കേന്ദ്രത്തിൽ മൂന്നാമതും ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ എൻഡിഎയും കൈവിട്ട ഭരണം തിരികെ പിടിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ INDI സഖ്യവും ശ്രമങ്ങൾ ഊർജിതമാക്കി. പശ്ചിമബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തൃണമൂൽ കോൺഗ്രസും പഞ്ചാബ് സർക്കാർ ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയും മായാവതിയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടിയുമെല്ലാം തങ്ങളുടെ ഭാഗധേയം ഉറപ്പിക്കാനുള്ള തിരക്കിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം ആരംഭിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എൻഡിഎ പൂർണ്ണ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭരണമികവ് മുൻനിർത്തിയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നതെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശിൽ എൻഡിഎ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കും 2024 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആന്ധ്രാപ്രദേശിൽ നടക്കുന്ന എൻഡിഎയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് യോഗമാണിത്. ടിഡിപി നേതാവ് എൻ ചന്ദ്രബാബു നായിഡു, ജനസേന നേതാവ് പവൻ കല്യാൺ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപന സമ്മേളനം ഇന്ന്. മുംബൈ ശിവജി പാർക്കിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിലും മെഗാ റാലിയിലും നിരവധി നേതാക്കൾ പങ്കെടുക്കും. യാത്രയുടെ പര്യടനം ഇന്നലെ മുംബൈയിൽ സമാപിച്ചു. അംബേദ്കർ സ്മൃതി മണ്ഡപ് ഭൂമിയിലാണ് യാത്ര അവസാനിപ്പിച്ചത്. മണിപ്പൂരിൽ ജനുവരി 14 ആരംഭിച്ച യാത്ര 15 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോയത്. കേരളം അടുത്ത മാസം 26-ന് പോളിംഗ് ബൂത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ മുന്നണികളുടെ പ്രചാരണത്തിന് ചൂടേറി. തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലാണ് കേരളം വിധിയെഴുതുന്നത്. ഈ മാസം 28-ന് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. ഏപ്രിൽ 4-നാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിക്കുന്നത്. ഏപ്രിൽ 8-ആണ് അവസാന തീയതി. അടുത്ത മാസം 5-ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം 4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും 26 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പും നടക്കും. ആന്ധ്രാപ്രദേശിൽ മെയ് 13-നും സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഏപ്രിൽ 19-നുമാണ് വോട്ടെടുപ്പ്. ഒഡീഷയിൽ മെയ് 20, 25, ജൂൺ 1 എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ആഗോളതലത്തിൽ അസ്ഥിരതകൾ തുടരുമ്പോഴും ഇന്ത്യ അതിവേഗം വളരുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് അതിവേഗം പ്രവർത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. രാജ്യത്തെ 600 ജില്ലകളിലും സ്റ്റാർട്ടപ്പുകൾ വ്യാപിച്ചു കിടക്കുന്നതായും യുവാക്കളാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരം നൌസേന ഭവൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സൌരോർജ്ജ ഉൽപാദന സംവിധാനങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും സംയോജിപ്പിച്ച് ഊർജ്ജ ജല സംരക്ഷണത്തിനായി പ്രത്യേക സൌകര്യങ്ങൾ ഒരുക്കിയാണ് നൌസേന ഭവന്റെ രൂപകൽപ്പന. റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് NIC-ക്കും IT മിഷനും കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാൽ കേരളത്തിലെ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെക്കുന്നതായി മന്ത്രി GR അനിൽ. റേഷൻ വിതരണം എല്ലാ കാർഡുകൾക്കും സാധാരണ നിലയിൽ നടക്കും. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതായി NIC-യും IT മിഷനും അറിയിച്ചതിനു ശേഷം മാത്രമേ മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുള്ളൂ. എല്ലാ മുൻഗണനാ കാർഡ് അംഗങ്ങൾക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിനാവശ്യമായ സമയവും സൌകര്യവും ഒരുക്കുമെന്നും ഇത് സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഇന്ന് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോ വിൽപ്പനശാലകളിൽ എത്തിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ മാസം അവസാനത്തോടെ എല്ലാ സബ്സിഡി ഇനങ്ങളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തുമെന്നും മന്ത്രി അറിയിച്ചു. കനിവ് 108 ആംബുലൻസിന്റെ സേവനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സജ്ജമാക്കിയ പുതിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ ട്രയൽ റൺ ആരംഭിച്ചതായി മന്ത്രി വീണ ജോർജ്. 108 ആംബുലൻസിന്റെ സേവനം മൊബൈൽ വഴി ലഭ്യമാകുന്ന തരത്തിലാണ് ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിലവിൽ 108 എന്ന നമ്പരിലേക്ക് വിളിക്കുമ്പോൾ മാത്രമാണ് സേവനം ലഭിക്കുന്നത്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. രാത്രി 7:30-ന് ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. സ്മൃതി മന്ധാനയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നയിക്കുന്നത്. മഗ് ലാനിംഗ് ആണ് ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കുന്നത്. മലയാളിയായ മിന്നുമണി ഡൽഹിക്ക് വേണ്ടിയും ആശാ ശോഭന ബാംഗ്ലൂരിന് വേണ്ടിയും മത്സരിക്കും. ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസ് സെമിയിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നിന് പരാജയം. ഇന്തോനേഷ്യയുടെ ജോനാഥൻ ക്രിസ്റ്റിയോട് 1-2 സെറ്റുകൾക്കാണ് ലക്ഷ്യ പരാജയപ്പെട്ടത്. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ ഈ മാസം 20 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചു. പാകിസ്ഥാനിൽ സമൂഹമാധ്യമമായ എക്സ് ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ. ഫെബ്രുവരി 17 മുതലാണ് പാകിസ്ഥാനിൽ എക്സിന്റെ പ്രവർത്തനം നിരോധിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് രാജ്യം. വോട്ടെടുപ്പ് ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിലായി. വോട്ടെണ്ണൽ ജൂൺ 4-ന്. കേരളത്തിൽ വോട്ടെടുപ്പ് അടുത്ത മാസം 26-ന്. മാതൃകാ പെരുമാറ്റച്ചട്ടം ഫലപ്രദമായി നടപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം ആരംഭിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപന സമ്മേളനം ഇന്ന്. കേരളത്തിൽ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചു. റേഷൻ വിതരണം സാധാരണ നിലയിൽ തുടരും. ഇന്ന് റേഷൻ കടകൾ പ്രവർത്തിക്കില്ല. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.